അൾട്രാ വയലറ്റ് രശ്മികളെ കടത്തിവിടാത്ത പ്രത്യേകതരം പൊളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച കൂടാരങ്ങളാണ് പോളി ഹൗസുകൾ. ഇരുമ്പുകമ്പി ഉപയോഗിച്ചുള്ള ഗ്രീൻ ഹൗസ് നിർമ്മിക്കാൻ ചതുരശ്ര മീറ്ററിന് 600 രൂപ ചെലവ് വരുന്നു. എന്നാൽ ഇരുമ്പിന് പകരം മുള ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഗ്രീൻ ഹൗസിന് ചതുരശ്ര മീറ്ററിന് 350 രൂപയായി ചെലവ് ചുരുക്കിയിരിക്കുന്നു. രണ്ട് പോളി ഹൗസുകളിലായി പാവലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. താരതമ്യ പഠനത്തിനു വേണ്ടി തുറന്ന അന്തരീക്ഷത്തിൽ മറ്റൊരു പാവൽ തോട്ടവും ഒരുക്കിയിരിക്കുന്നു. ഗ്രീൻ ഹൗസിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ മലയാളിക്ക് പ്രിയപ്പെട്ട കയ്പുള്ള സുഗന്ധം. പുറത്ത് കൃഷി ചെയ്യുമ്പോൾ 1 കിലോ പാവയ്ക്ക ഉൽപ്പാദിപ്പിക്കാൻ 100 ലിറ്റർ വെള്ളം വേണമെന്നാണ് കണക്ക്. ഗ്രീൻ ഹൗസിനകത്ത് 1 കിലോ പാവയ്ക്ക ഉൽപ്പാദിപ്പിക്കാൻ വെറും 3 ലിറ്റർ വെള്ളം മതിയാകും. കർഷകന് ആശ്വാസം നൽകുന്നതാണ് ജലലാഭത്തിന്റെ ഈ കണക്ക്. ഗ്രീൻ ഹൗസിനകത്തെ നിയന്ത്രിത കാലാവസ്ഥ ചെടികളുടെ ഊർജ്ജസ്വലമായ വളർച്ച ഉറപ്പാക്കുന്നതോടൊപ്പം വിളയുടെ ആയുസ് കൂട്ടുകയും ചെയ്യുന്നു. സാധാരണ 55 ദിവസം കൊണ്ട് കായ്ക്കുന്ന പാവൽ ഈ ഗ്രീൻ ഹൗസിൽ 45 ദിവസം കൊണ്ട് കായ് നൽകാൻ തുടങ്ങും. തുറന്ന അന്തരീക്ഷത്തിൽ വളർത്തിയാൽ 120 ദിവസമാണ് ഒരു കയ്പച്ചെടിയുടെ ആയുസ്. എന്നാൽ ഗ്രീൻ ഹൗസിനകത്ത് ഓരോ ചെടിയും 150 മുതൽ 180 ദിവസം വരെ ഉണങ്ങാതെ നിൽക്കും.